ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പാർട്ട് 2 സ്വാഗതം. ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥ. ഇക്വിലിബ്രിയം അതിന്റെ കോൺസ്റ്റന്റ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കെ എന്ന സിമ്പിൾ വെച്ചാണ്. കെ ഫോർ എ ജനറൽ ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ റിയാക്ടൻസ് ആണ്. അവിടെ സ്മോൾ എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ്, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ആ ജനറൽ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണ്. ഇക്വിലിബ്രിയം എഴുതുവാണ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻ സൈഡ്. ഈ പ്രൊഡക്റ്റ് മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. കോൺസെൻട്രേഷൻ ഓഫ് സിയുടെ മുകളിൽ അതിന്റെ പവർ, അതായത് നമ്പർ ഓഫ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ്, എത്ര മോളിക്യൂൾ സി ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് സ്മോൾ സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ സി, സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. Equilibrium constant K can be defined as the product of equilibrium concentration of products divided by the product of equilibrium concentration of reactants. Equilibrium constant K എന്ന് പറഞ്ഞാൽ can be defined as the product of equilibrium concentration of product. C into D, അതാണ് product of equilibrium concentration of a product എന്ന് പറയുന്നത്. That is divided by the product of equilibrium concentration of reactants. With each concentration term raised to a power, ഒരു പവർ ഉണ്ട്, ഈക്വൽ ടു ദ കോഎഫിഷ്യന്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദ ബാലൻസ് ഇക്വേഷൻ. നമ്മളിപ്പം ഒരു ജനറൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് പഠിച്ചത്. ഇത് ലോ ഓഫ് ഇക്വിലിബ്രിയം വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോ ഓഫ് ഇക്വിലിബ്രിയം കെ ദാറ്റ് ഈസ് ഈക്വൽ ടു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ്, അവിടെയാണ് ഒരു കോൺസ്റ്റന്റ് വന്നിരിക്കുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ആണ്. ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ കെ സി ഓർ കെ പി. കെ സി ഓർ കെ പി. കെ സി യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ടു കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി. അതുപോലെ കെ പി എന്ന് പറഞ്ഞാൽ കെ പി യൂസസ് ദ പ്രഷർ ഓഫ് ദ ഗേഷ്യസ് റിയാക്ടൻസ്. പ്രഷർ ഓഫ് ദ ഗേഷ്യസ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ് ടു കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമുക്കിവിടെ കെ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. അതുപോലെ പി എന്ന് പറഞ്ഞാൽ പ്രഷർ, അതായത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ നമ്മൾ കെ പി എന്ന് എഴുതും. അതുപോലെ കെ സി എന്ന് പറഞ്ഞാൽ മറ്റേ സോളിഡ് ആയിട്ടുള്ളതിൻ്റെയും ലിക്വിഡ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ, അതായത് മോളാർ കോൺസെൻട്രേഷനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കെ സി. കെ സി ഓർ കെ പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. കെ പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. നമുക്ക് ഇവിടെ റിയാക്ഷൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to product side divided by reactant side. ഈ റിയാക്ഷൻ എങ്ങനെ എഴുതും? പ്രൊഡക്റ്റ് സൈഡ് K that is equal to C raised to C into D raised to D divided by A raised to A into B raised to B. A plus B gives C plus D യുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുകയാണ്. ഇനി വേറൊരു ഇക്വേഷൻ, ആ ഇക്വേഷന്റെ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് തന്നിരിക്കുന്നത് K. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രഷറിലും തന്നിട്ടുണ്ട്, അതിന് കോൺസെൻട്രേഷൻ ടേമിലും തന്നിട്ടുണ്ട്. കെ സിയും കെ പി ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റിയാക്ഷൻ ആയിട്ട് ഇത് പ്രൊഡക്റ്റ് സൈഡാ, ഇത് റിയാക്ടൻ സൈഡാ. NO2 പ്രൊഡക്റ്റ് സൈഡും N2O4 റിയാക്ടൻ സൈഡും. നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ റിയാക്ഷൻ ഇക്വേഷൻ എന്തായിരിക്കും? N2O4 gives 2NO2. ഓക്കെ, N2O4 എന്ന് പറയുന്ന മോളിക്യൂൾ 2NO2 എന്ന് പറയുന്ന മോളിക്യൂൾ തരുന്നു. ഇനി തിരിച്ചും അതുണ്ട്, റിവേഴ്സ് റിയാക്ഷൻ ആണ്. നമ്മൾ അവിടെ എഴുതുകയാണ് അതിന്റെ കെ സി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു NO2
raised to 2 divided by N2O4. അതായത് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻറ്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്കത് പാർഷ്യൽ പ്രഷറിലായിട്ട് ആണ്, വാതകാവസ്ഥയിലുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാതകാവസ്ഥയിലാണെങ്കിൽ Kp that is equal to pressure of NO2 raised to 2 divided by pressure of N2O4. ഓക്കെ, ഇതാണ് Kpയും Kcയും നമ്മൾ രണ്ട് ടേംസിലായിട്ട് എഴുതാൻ സാധിക്കുന്നു. Equilibrium constant in terms of concentration and pressure. Equilibrium constant in terms of partial pressure, because pressure is proportional to concentration for gases. In the equilibrium expression can also be written in terms of partial pressures. AA plus BB gives CC plus DD. ഇവിടെ നമ്മൾ ഇൻസ്റ്റീഡ് ഓഫ് കോൺസെൻട്രേഷൻ അതിന് പകരം നമ്മൾ പ്രഷർ കൊടുക്കണം, പ്രഷർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും Kp equilibrium constant pressure that is equal to pressure of C raised to C into pressure of D raised to D divided by pressure of A raised to A into pressure of B raised to B. പാർഷ്യൽ പ്രഷറിന്റെ ടേംസിൽ നമ്മൾ equilibrium constant എഴുതുകയാണ്, കാരണം ഇത് വാതകാവസ്ഥയിലുള്ള സ്റ്റേറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗേഷ്യസ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ്, എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV that is equal to nRT എന്നുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. P that is equal to നമ്മൾ VA ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. PV that is equal to nRT എന്നുള്ള ഇക്വേഷനകത്ത് പ്രഷറിന്റെ ഓപ്പോസിറ്റ് സൈഡിനകത്തോട്ട് V കൊണ്ടുവരുവാണെങ്കിൽ P that is equal to N by V RT. N by V RT. Here P is the pressure, N is the number of moles and T is the temperature in Kelvin. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്നും കൂടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. PV that is equal to nRT എന്നുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷനകത്ത് പ്രഷർ that is equal to N by V RT എന്നാക്കി നമ്മൾ ഇനി N by V യെ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. കോൺസെൻട്രേഷൻ, if C is the concentration in mole per liter, in mole per liter ആണെങ്കിൽ നമുക്ക് പ്രഷർ that is equal to CRT. ഇവിടെ ആറിന്റെ വാല്യൂ നമ്മൾ ബാർ ലിറ്റർ പെർ മോൾ കെൽവിൻ ആണ്, അതുകൊണ്ട് R that is equal to 0.0831 bar എന്നുള്ള ആ ഇതിലോട്ട് കൊടുത്തു യൂണിറ്റ്. ഇനി ഇവിടെ K എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, Kp എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ, Kc എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. Kp പ്രഷർ, Kc കോൺസെൻട്രേഷൻ. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താണ് ആ റിലേഷൻ? ആ റിലേഷൻ ഇങ്ങനെയാണ്: Kp equilibrium constant pressure that is in terms of pressure that is equal to Kc equilibrium constant in terms of concentration into RT raised to delta n. Kp Kc നമുക്കറിയാം. ഇനി Kc യെ R കൊണ്ട് ഗുണിക്കണം. R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, മുകളിലുള്ള പവർ ആയിട്ടുള്ള ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് Kp that is equal to Kc into RT raised to delta n. ഓർത്തിരിക്കുക, മറക്കരുത്. ഇത് എങ്ങനെയാ വന്നെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഐഡിയൽ ഗ്യാസ് ലോ അനുസരിച്ചാണ് PV that is equal to nRT നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. P that is equal to N by V RT. അതുകൊണ്ട് ഒരു A എന്ന് പറയുന്ന കോൺസെൻട്രേഷനുള്ള ഒരു കോൺസെൻട്രേഷന്റെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. PA that is equal to NA by V RT that is equal to N by V ക്ക് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് കൊടുക്കാം. അതായത് ഏത് വസ്തുവാണെങ്കിലും കോൺസെൻട്രേഷൻ ഇൻറ്റു RT. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് P that is equal to concentration of ART into the expression for Kp. ഇനി Kp യുടെ വാല്യൂവിനകത്തോട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ പഠിച്ചത് Kp എന്ന് പറഞ്ഞാൽ എന്താണ്? Kp എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ പ്രഷർ ഇൻ ടേംസ് ഓഫ് റിയാക്ടൻറ്റ് സൈഡ്. നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് Kp that is equal to Kc into RT raised to delta n. RT raised to delta n എന്നുള്ള ഇതിലേക്ക് കൺസെപ്റ്റിലേക്ക് വരികയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് Kpയും Kcയും ബന്ധുക്കാരാണ്, റിലേഷനാണ്. ആ റിലേഷൻ എങ്ങനെയാണ് വരുന്നത്? Kp that is equal to Kc into RT raised to delta n, where Kp is called equilibrium constant in terms of pressure, Kc equilibrium constant in terms of concentration, R gas constant, T temperature, delta n എന്നുള്ള change in number of moles. The relationship between Kc and Kp that is equal to Kc into RT raised to delta n, where delta n that is equal to moles of gaseous product minus moles of gaseous reactants.
വാതകാവസ്ഥയിലുള്ള കാര്യമാണ്. അതായത് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുകയാണ്. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി ആണെങ്കിൽ അതിന്റെ ഡെൽറ്റ എൻ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റിന്റെ മോൾസ് നമ്മൾ സി പ്ലസ് ഡി ആണ്, മൈനസ് മോൾസ് ഓഫ് റിയാക്ടൻസ് എന്തായിരിക്കും എ പ്ലസ് ബി ആണ്. അന്നേരം പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻസ് ആണ് സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. ഓക്കെ, chemical equilibrium is defined by K. The magnitude K will tell us if the equilibrium reaction favors the reactants or the product. The magnitude of K നമുക്ക് മനസ്സിലാക്കി തരികയാണ്. Equilibrium reaction favors the reactants or a product. Favors the reactants or a product. K കൂടുതലാണ് 1-നേക്കാളും. K equilibrium constant ആയ Kയുടെ വാല്യൂ 1-നേക്കാളും കൂടുതലാണ്. 1-നേക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ് ഫേവേഴ്സ് പ്രൊഡക്റ്റ്. അടുത്തൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 1 എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയേക്കാളും കൂടുതൽ. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് 1-നേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഫേവേഴ്സ് റിയാക്ടൻസ്. ഇപ്പോൾ 2 കണ്ടീഷൻ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ 1-നേക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ് ഫേവേഴ്സ് പ്രൊഡക്റ്റ്. നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് സൈഡ്. 1-നേക്കാളും കൂടുതലാണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഫേവേഴ്സ് പ്രൊഡക്റ്റ്. 1 ആണ് കൂടുതൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയേക്കാളും 1 ആണ് കൂടുതലെങ്കിൽ ദാറ്റ് ഫേവേഴ്സ് റിയാക്ടൻസ്. ഓക്കെ, അടുത്ത സന്തുലാവസ്ഥയിൽ 2 തരത്തിലുള്ള സന്തുലാവസ്ഥ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ആണ് ആ 2 തരത്തിലുള്ള ഇക്വിലിബ്രിയം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ എടുക്കാം. N2O4 NO2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. N2O4 ഗ്യാസ് NO2 ആയിട്ട് മാറുന്നു. ഇത് രണ്ടും റിയാക്ടൻസും പ്രൊഡക്റ്റും ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതിൽ അങ്ങനെയുള്ള തന്നെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിലാണ് ഈ 2 റിയാക്ടൻസും പ്രൊഡക്റ്റും ഉള്ളത് എന്ന് പറഞ്ഞാൽ റിയാക്ടൻസും പ്രൊഡക്റ്റിന്റെയും ഫേസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. Homogeneous equilibrium applies to reactions in which all reacting species are in the same phase. Okay. ഇവിടെ നമുക്ക് equilibrium constant Kp that is equal to pressure of NO2 divided by pressure of N2O4 എന്നുള്ള കൺസെപ്റ്റ് എഴുതുക. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് ഇനിയും എക്സാമ്പിൾ ഉണ്ട്. പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഉണ്ട് ഹോമോജീനിയസിന്. നമുക്കിവിടെ നോക്കാം. CH3COO(C2H5) ഈഥൈൽ അസറ്റേറ്റ് ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. രണ്ടും H2 ലിക്വിഡാണ്, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ആ ലിക്വിഡ് സ്റ്റേറ്റ് പ്രൊഡക്റ്റായി മാറുന്നു. പ്രൊഡക്റ്റ് ആവുന്നത് അസറ്റിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളുമാണ്. ഈ 2 റിയാക്ടൻസും 2 പ്രൊഡക്റ്റും സെയിം ഫേസ് ആണ്, അതായത് ലിക്വിഡ് ഫേസിലാണ്. അതിൽ ഏതിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിലെ എക്സാമ്പിൾ ആണ്. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഈ റിയാക്ടൻസും പ്രൊഡക്റ്റും സെയിം ഫേസിലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അതുപോലെ Fe3+ അക്വസ്റ്റേറ്റിലാണ്, SCN- അക്വസ്റ്റേറ്റിലാണ്. അതിന് പ്രൊഡക്റ്റ് ആയ FeSCN2+ അക്വസ്റ്റേറ്റ് ആണ്. Therefore, this equilibrium is also called a homogeneous equilibrium. In an homogeneous system, the reactants and the product are in the same phase. ഇവിടെ നമ്മൾ കണ്ടത് സൊല്യൂഷൻ ഫേസ് ആണ്, അതായത് ലിക്വിഡ് ഫേസ്. And we can say in the next reaction that the ions are equal. Okay, ഇവിടെ ionsഉം ഇവിടെ ഈക്വൽ ആണ്. അടുത്താണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിലേക്ക് എന്തായിരിക്കും അർത്ഥം? അവിടെ വ്യത്യസ്തങ്ങളായ ഫേസ് ആയിരിക്കും. ഇക്വിലിബ്രിയം ഇൻ എ സിസ്റ്റം ഹാവിംഗ് മോർ ദാൻ 1 ഫേസ് ഇസ് കോൾഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. റിയാക്ടൻസിന്റെ ഫേസും പ്രൊഡക്റ്റിന്റെ ഫേസും ഡിഫറെന്റ് ആയിരിക്കും. The equilibrium between water vapor and liquid water in a closed container is an example of heterogeneous equilibrium. അതായത് ലിക്വിഡ് വാട്ടർ H2O ലിക്വിഡ് H2O ഗ്യാസ് ആയി മാറുന്നു. H2O ലിക്വിഡ് എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയുമാണ്. മറ്റേ H2O ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് വാതകാവസ്ഥയുമാണ്.
രണ്ട് ഫേസും ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിന് വേറൊരു എക്സാമ്പിൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്. ഈ കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആയിട്ടുള്ളത് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുമായി മാറുന്നു. ഈ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ് സോളിഡ്, കാൽസ്യം ഓക്സൈഡ് സോളിഡ് ആയിട്ട് മാറുന്നു. കൂടാതെ വേറൊരു പ്രൊഡക്റ്റും ഉണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സോളിഡ് ആണ് റിയാക്ടൻസിനകത്ത്, പ്രൊഡക്റ്റ് സൈഡിനകത്ത് സോളിഡും ഗ്യാസും വരുന്നു. എല്ലാവരും സെയിം അല്ല, റിയാക്ടൻസും പ്രൊഡക്റ്റും സെയിം അല്ല. ഇവിടെ വ്യത്യസ്തങ്ങളായ ഫേസിൽ റിയാക്ടൻസും പ്രൊഡക്റ്റും വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളതിനാണ് പറയുന്ന പേരാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഓക്കെ, ഹെട്രോജീനിയസ് equilibrium result from a reversible reaction involving reactants and products that are in different phases. Can include liquids, gases and solids as either reactants or a product. Equilibrium expression is the same as that for a homogeneous equilibrium. ഓക്കെ, നമ്മളിപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റിയും ഇക്വിലിബ്രിയത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ അടുത്ത ഒരു ടേം പഠിക്കാൻ പോവുകയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പോലെ ഒരു ടേമാണ് റിയാക്ഷൻ കോഷ്യന്റ്. റിയാക്ഷൻ കോഷ്യന്റ് Q എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് K എന്ന സിമ്പിൾ വെച്ചാണ്. ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന റിയാക്ഷൻ കോഷ്യന്റ് Q എന്ന സിമ്പിൾ വെച്ചാണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് Q. ഓർത്തിരിക്കുക. എന്താണ് റിയാക്ഷൻ കോഷ്യന്റ് നമുക്ക് നോക്കാം. The reaction quotient Q is a measure of the relative amounts of product and reactant present in a reaction at a given time. ഏത് ടൈം ആണെങ്കിലും മതി. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരുന്നു? ഇക്വിലിബ്രിയം സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തുള്ള പ്രൊഡക്റ്റ് റേഷ്യോ ആയിരുന്നു, പ്രൊഡക്റ്റ് ടു റിയാക്ടന്റ് റേഷ്യോ. ഇവിടെ റിയാക്ഷൻ കോഷ്യന്റ് ഇസ് എ മെഷർ ഓഫ് ദ റിലേറ്റീവ് അമൗണ്ട്സ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് റിയാക്ടന്റ് പ്രസന്റ് ഇൻ എ റിയാക്ഷൻ അറ്റ് എ ഗിവൺ ടൈം. ഓർത്തിരിക്കുക, ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ റിയാക്ഷൻ A+2A+3B gives 4C എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ആ റിയാക്ഷൻ കോഷ്യന്റ് Q നമുക്കൊന്ന് എഴുതാം. Q എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ്. പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡിനകത്ത് പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് കാർബൺ ആണ്. ഇവിടുത്തെ പ്രൊഡക്റ്റ് എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. അതുകൊണ്ട് കാർബൺ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന പോലെ തന്നെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ. ഇനി ഈ 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്ര നമ്പർ ആറ്റംസ് ഉണ്ട് കാർബൺ, അത് നമ്മൾ പവർ ആയിട്ട് എഴുതി. 0/4 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ എന്ന് പറയുന്നത് 2. അതുകൊണ്ടാണ് A/2 എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതുപോലെ B/3 എന്ന് പറഞ്ഞ അർത്ഥം 3 B മോളിക്യൂൾ ഉണ്ടായിരുന്നു അവിടെ റിയാക്ഷനകത്ത്. അതുകൊണ്ട് B/3 ഇതാണ് റിയാക്ഷൻ കോഷ്യന്റ് അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ നമുക്ക് പറയാം. മോളാർ സാധാരണ ലിക്വിഡും സോളിഡ് ഒക്കെ ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുകയാണ്. Q that is equal to C/4 divided by A²B³. ഇതാണ് റിയാക്ഷൻ കോഷ്യന്റ് ഓഫ് ദിസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ, ഇവർ തമ്മിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ റിലേഷൻ പറയാണ്. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kയുമായിട്ട് റിയാക്ഷൻ കോഷ്യന്റ് Q വരുവാണെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കും. റിയാക്ഷൻ കോഷ്യന്റ് എപ്പോഴാണോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് തുല്യമാകുന്ന സമയം വരുന്നത് ആ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് സന്തുലനാവസ്ഥ. ഓർത്തിരിക്കുക, സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kയും തുല്യമായിട്ട് വരുവാണ്. അതാണ് ഇക്വിലിബ്രിയത്തിലായിരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് മനസ്സിലാക്കാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നമ്മുടെ റിയാക്ഷൻ കോഷ്യന്റും തമ്മിലുള്ള വ്യത്യാസം. റിയാക്ഷൻ കോഷ്യന്റ് വേഴ്സസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇത് ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും, എന്താ വ്യത്യാസം, ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. റിയാക്ഷൻ കോഷ്യന്റ് ആണ് Q is the ratio between the concentration of product and the concentration of reactants. Okay, അത് മനസ്സിലായി.
Equilibrium constant is the ratio between the concentration of product and the concentration of reactant. ഇത് രണ്ടിടത്തും തുല്യമാണ്. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴാണ് റേഷ്യോ പ്രൊഡക്റ്റ് ടു റേഷ്യോ റിയാക്റ്റൻസ് ആകുന്നത്? അറ്റ് ഇക്വിലിബ്രിയം. പ്രത്യേകം ഓർത്തിരിക്കുക, സന്തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമാണ് കെ എന്ന് പറയുന്നതിന് നമുക്ക് പ്രാധാന്യം വരുന്നത്. കെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ റേഷ്യോ. റിയാക്ഷൻ കോഷ്യന്റ് Q can be used for any point in the reaction. ഏത് സമയത്തും any point in the reaction. Equilibrium constant can be used only for the point at which the reactions are in equilibrium. സന്തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. Reaction quotient gives an idea about the direction in which the reaction is going to proceed. ഒരു ഐഡിയ തരുന്നു. ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് രണ്ട് റിയാക്ഷൻ ഉണ്ട്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. എന്താണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് പ്രൊഡക്റ്റ് ആകുന്നതാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇനി റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് കൂടിച്ചേർന്ന് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് റിയാക്റ്റൻസ് ആയി മാറുന്ന റിയാക്ഷനാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്യൂ റിയാക്ഷൻ കോഷ്യന്റ് ക്യൂവിന്റെ വാല്യൂ നമുക്ക് പറയുകയാണ് ഇതിലകത്ത് ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ നടക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് തരുന്നു. Equilibrium constant does not give any detail about the direction in which the reaction going to proceed. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അങ്ങനത്തെ ഒരു പ്രത്യേകത തരുന്നില്ല. എങ്ങോട്ടാണ് ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ നടക്കുന്നുള്ള അത് തരുന്നില്ല. എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? when rate of forward reaction that is equal to rate of backward reaction. ആ അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം കോഷ്യന്റ് അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് വാല്യൂസ് ഡിഫറെന്റ് ഫ്രം ടൈം ടു ടൈം ഡ്യൂറിംഗ് ദ പ്രോഗ്രഷൻ ഓഫ് ദ റിയാക്ഷൻ. ഈ ക്യൂവിന്റെ വാല്യൂ, റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂ ടൈം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആദ്യം റിയാക്റ്റൻസിന്റെ അളവായിരിക്കും കൂടുതൽ. അവസാനം റിയാക്ഷൻ തീരാറാവുമ്പോൾ എന്തിന്റെ അളവ് കൂടുന്നു? പ്രൊഡക്റ്റിന്റെ അളവ് കൂടുന്നു. ടൈം കൂടുന്ന അനുസരിച്ച് റിയാക്റ്റൻസിന്റെ അളവ് കുറഞ്ഞ് പ്രൊഡക്റ്റിന്റെ അളവാണ് അവിടെ കൂടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ ഈസ് ഡിഫറെന്റ് ഫ്രം ടൈം ടു ടൈം ഡ്യൂറിംഗ് ദ പ്രോഗ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഇൻ റിയാക്ഷൻ കോഷ്യന്റ്. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ഇസ് കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ ഇക്വിലിബ്രിയം അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. അവിടെ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പർട്ടിക്കുലർ ഇക്വിലിബ്രിയത്തിലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ സെയിം ആയി കോൺസ്റ്റന്റ് ആയിരിക്കും. അന്നേരം നമ്മളിവിടെ മനസ്സിലാക്കിയത് റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കണം, റിയാക്ഷൻ കോഷ്യന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ക്യൂ എന്ന സിമ്പിൾ വെച്ചാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന്. നമുക്കിവിടെ നമ്മുടെ പരിചയപ്പെട്ട രണ്ട് ആൾക്കാരാണ് റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും. വെൻ QC ദാറ്റ് ഈസ് ഈക്വൽ ടു KC, ആ അവസ്ഥയാണ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയും. ആ സ്റ്റേറ്റിൽ എന്താണ്? അത് ഇക്വിലിബ്രിയത്തിലാന്ന് പറയും. ഇവിടെ ഇനി നിങ്ങൾ വാല്യൂ കാണുകയാണ്. KCയുടെ വാല്യൂ കൂടുതലാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടുതലാണ്. QC എന്ന് പറഞ്ഞാൽ കോഷ്യന്റ്, കോൺസെൻട്രേഷൻ കോഷ്യന്റ് ആണ്. ആ കോഷ്യന്റ് എന്താണ്? റിയാക്ഷൻ കോഷ്യന്റെ വാല്യൂ കുറവാണ്. വാല്യൂ കുറവാകുമ്പോൾ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ റിയാക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇക്വിലിബ്രിയത്തിലേക്ക് പോവുകയാണ്. ഇക്വിലിബ്രിയത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. അടുത്തത് ആഫ്റ്റർ ഇക്വിലിബ്രിയം, ബിഫോർ ഇക്വിലിബ്രിയം ആണ്. അത് അടുത്ത സ്റ്റേമാണ്. ഇക്വിലിബ്രിയത്തിൽ വന്നു, എപ്പോൾ ക്യൂ കെയ്ക്ക് തുല്യമാകുന്നോ ആ സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇക്വിലിബ്രിയത്തിന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് QC കൂടുന്നു, റിയാക്ഷൻ കോഷ്യന്റ് കൂടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? കോൺസെൻട്രേഷൻ കൂടുന്നു അല്ലെങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് കൂടുന്നു, അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കുറയുന്നു. അതാണ് ആഫ്റ്റർ ഇക്വിലിബ്രിയം. എന്നിട്ട് ആ സിസ്റ്റം എങ്ങോട്ട് തിരിച്ചു പോകുന്നു? ഇവിടെ ഇക്വിലിബ്രിയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റിയാക്റ്റൻസ് സൈഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കുക. അതാണ് ഇങ്ങനെ കാണിച്ചത്, റിയാക്റ്റൻസ് സൈഡ്. ഓക്കെ, നമുക്ക് നമ്മുടെ അമോണിയയുടെ പ്രിപ്പറേഷൻ, അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹെബേഴ്സ് പ്രോസസ് അല്ലേ?
നമുക്ക് എല്ലാവർക്കും ഈ ഇക്വേഷൻ കറക്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് ഇക്വേഷൻ? N2 + 3H2 gives 2NH3. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു. ഓർത്തിരിക്കുക, റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് പറയാം. നൈട്രജനും 3 ഹൈഡ്രജനും കൂടി കൂടിച്ചേർന്ന് 2 അമോണിയ മോളിക്കൂൾ ഉണ്ടാകുന്നു. ഈ അമോണിയ മോളിക്കൂൾ നൈട്രജനും ഹൈഡ്രജനുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. ഇതിന്റെ ഇക്വിലിബ്രിയം ഉണ്ട്, K that is equal to, അതാണ് K എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം. ഇവിടെ Q, റിയാക്ഷൻ കോഷ്യന്റ് Q that is equal to എഴുതുകയാണ്. Q എഴുതുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ് ആണ്. പ്രൊഡക്റ്റ് സൈഡ് NH3 അതിന്റെ പവർ സ്ക്വയർ ആണ്, 2NH3 ആയതുകൊണ്ടാണ് NH3 സ്ക്വയർ ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഇൻറ്റു H2 എത്ര ഉണ്ട്? പവർ 3, H2⁻3. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സിസ്റ്റം ഈസ് അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ Q that is equal to K ആണ് സിസ്റ്റം, ദാറ്റ് ഇസ് ഇക്വിലിബ്രിയം. ഈ സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസ് ആണ് Q കുറവാകുമ്പോൾ. ഈ Qയുടെ അളവ്, Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് സൈഡ്. Q കുറവാകുക, Qന്റെ അളവ് കുറവാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസ് ആണ് ഇവിടുത്തെ സിസ്റ്റത്തിൽ കൂടുതലുള്ളത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസ് ഉള്ളപ്പോൾ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യണം. K എന്ന് പറയുന്നതാണ് Qവിനേക്കാളും ലാർജർ. Q എന്താണ്? Kയേക്കാളും കുറവാണ്. അവിടെ അതിന്റെ അർത്ഥം Qവിന്റെ വാല്യൂ കുറവുള്ളപ്പോൾ സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ Qവിന്റെ വാല്യൂ K ആയപ്പോൾ സിസ്റ്റം എന്തായി? ഇക്വിലിബ്രിയത്തിലായി. അടുത്ത സ്റ്റേറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഈ Qവിന്റെ വാല്യൂ പിന്നെ കൂടുമ്പോൾ സിസ്റ്റം ഹാസ് ടു മച്ച് പ്രൊഡക്റ്റ്. നമുക്കറിയാം Q that is equal to പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് സൈഡ് ആണ്. പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് സൈഡ്. അതുകൊണ്ട് Qവിന്റെ വാല്യൂ കൂടിയപ്പോൾ സിസ്റ്റം ഹാസ് ടു മച്ച് പ്രൊഡക്റ്റ്. നമുക്ക് ലേശാലി പ്രിൻസിപ്പിൾ അനുസരിച്ച് അറിയാം, പ്രൊഡക്റ്റ് കൂടുമ്പോൾ അത് എന്തിനു ശ്രമിക്കുന്നു? റിയാക്ടൻസിലേക്ക് ആകാൻ ശ്രമിക്കുന്നു. റിയാക്ടൻസ് അതാണ് ഷിഫ്റ്റ് റിയാക്ഷൻ ടു ദ ലെഫ്റ്റ്. സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസ്, അതായത് Qവിന്റെ അളവ് കൂടുമ്പോൾ ഈ സിസ്റ്റം ലെഫ്റ്റിലേക്കുള്ള റിയാക്ഷനെ ശ്രമിക്കുന്നു, അതായത് റിവേഴ്സ് റിയാക്ഷന് ശ്രമിക്കുന്നു. അതുപോലെ Qവിന്റെ വാല്യൂ കുറവാകുമ്പോൾ സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി അത് എങ്ങോട്ട് പോകുന്നു? പ്രൊഡക്റ്റ് സൈഡിലോട്ട് പോകുന്നു. പ്രൊഡക്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ആ പ്രൊഡക്റ്റ് സൈഡിലോട്ടുള്ള ആ സൈഡാണ് റൈറ്റ് സൈഡ്. ഷിഫ്റ്റ് റിയാക്ഷൻ ടു ദ റൈറ്റ്. ഓർത്തിരിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷനിലായിട്ടാണോ പോണത്, ബാക്ക്വേർഡ് റിയാക്ഷനിലോട്ടാണ് നടക്കുന്നത് എന്നുള്ള. ഇതാണ് റിയാക്ഷൻ കോഷ്യന്റിന്റെ, നമുക്ക് ഒരു റിയാക്ഷൻ കോഷ്യന്റ് വെച്ച് റിയാക്ഷന്റെ ആ ഡയറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അന്നേരം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ Q എന്ന് പറയുന്ന റിയാക്ഷൻ കോഷ്യന്റ് Q ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് തുല്യമാവുകയാണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായിരിക്കും. റിയാക്ഷൻ കോഷ്യന്റിന്റെ Qവിന്റെ അളവ് കുറവാണ്, ആരെക്കാളും Kയുടെ അളവിനേക്കാളും കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്ടൻസ്. സിസ്റ്റത്തിന് ഒത്തിരി റിയാക്ടൻസ് ഉണ്ട്. സിസ്റ്റത്തിന് ഒത്തിരി റിയാക്ടൻസ് ഉള്ളതുകൊണ്ട് ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു? സിസ്റ്റം പ്രൊഡക്റ്റ് സൈഡിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അത് അങ്ങനെയാണ് അത് ഇക്വിലിബ്രിയത്തിലെത്തി അത് പ്രൊഡക്റ്റ് സൈഡിലേക്ക് മാറുന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സിസ്റ്റം ഹാസ് ടു മച്ച് പ്രൊഡക്റ്റ് ആണ് Qവിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ. കാരണം നമുക്കറിയാം Q that is equal to പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് സൈഡ്. അപ്പോൾ എന്താണ് അവിടെ? Q എന്ന് പറയുന്ന വാല്യൂ കൂടുതലാണ്. Qവിന്റെ വാല്യൂ കൂടുതലാകുമ്പോൾ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ പ്രൊഡക്റ്റ് സൈഡ് റിയാക്ടന്റ് സൈഡിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അതാണ് ഷിഫ്റ്റ് റിയാക്ഷൻ ടു ദ ലെഫ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് Qവിന്റെ വാല്യൂ വെച്ച് നമുക്ക് റിയാക്ഷൻ ഏത് സൈഡിലോട്ടാണ്, ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ള ആ ഡയറക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, നമ്മളിപ്പം മനസ്സിലാക്കിയ കാര്യമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kയും കോഷ്യന്റ് റിയാക്ഷൻ കോഷ്യന്റ് Qവും. ഇവിടെ Qവിന്റെ അളവ് കുറവാണ്, റിയാക്ഷൻ ഫോംസ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? Kയും Qവും ഒരു ഈക്വൽ ആകുമ്പോൾ ആണ് അത് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ് ആണ് Qവിന്റെ വാല്യൂ കൂടിയപ്പോൾ എന്താണ്? പ്രൊഡക്റ്റ് കൂടുതലാണ്, അന്നേരം റിയാക്ഷൻ ഫോംസ് റിയാക്ടൻസ്. ഇത് നിങ്ങളുടെ മനസ്സിലോട്ടിരിക്കുക. നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് വെച്ച് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിയാക്ഷൻ കോഷ്യന്റ് Q ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K.
സിസ്റ്റം ഹാസ് ടു മച്ച് റിയാക്റ്റൻസ് ആണ്, കെയും ക്യൂയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ക്യൂ കുറവാണെങ്കിൽ. അപ്പോൾ ഷിഫ്റ്റ് റിയാക്ഷൻ ടു ദ റൈറ്റ്, ഓക്കെ, പ്രൊഡക്റ്റ് സൈഡ്. ഇനി സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. അടുത്ത സിസ്റ്റം ക്യൂവിന്റെ അളവ് കൂടുതലാണ്, കെയുടെ അളവ് കുറവാണ്. അപ്പോൾ അതായത് പ്രൊഡക്റ്റ് സൈഡ് കൂടുതലാണ്, പ്രൊഡക്റ്റ് കൂടുതലാണ്. ഷിഫ്റ്റ് റിയാക്ഷൻ ടു ദ ലെഫ്റ്റ്. ഓക്കെ, ഇത് മനസ്സിലാക്കുക, എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Expression for equilibrium constant is applicable only when concentration of the reactants and product have attained constant value at equilibrium state. The value of equilibrium constant is independent of initial concentration of the reactants and product. Important ആയിട്ടുള്ള പോയിന്റ് ആണ്. Value of equilibrium constant is independent of initial concentration of reactants and product. അതുപോലെ equilibrium constant is temperature dependent ആണ്. Having one unique value for a particular reaction is represented by a balanced equation at a given temperature. The equilibrium constant for a reverse reaction is equal to the inverse of the equilibrium constant of the forward reaction. പ്രത്യേകം ഓർത്തിരിക്കുക, equilibrium constant of a for a reverse reaction is equal to the inverse of the equilibrium constant for the forward reaction. അതായത് ഫോർവേഡ് റിയാക്ഷന്റെ equilibrium constant എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ equilibrium constant ആയിട്ട് ഇൻവേഴ്സ് ആയിരിക്കും. Expression for equilibrium constant is applied only when concentration of the reactants and product have attained constant value at equilibrium state. സന്തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് equilibrium constant എന്ന് നമ്മൾ എഴുതുന്നത്. K എന്ന് പറഞ്ഞാൽ equilibrium constant. Values are product divided by reactants. Written in a way like a fraction. So if a K value is greater than 1, നമ്മൾ നേരത്തെ പഠിച്ചാൽ greater than 1, then product are favorable. Kയുടെ വാല്യൂ 1നേക്കാളും കൂടുതലാണെങ്കിൽ the products are favored slightly. Where if a K value is less than 1, reactants are slightly favored. Okay, നമുക്ക് ഇവിടെ കാണാം റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവുന്നു. അവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണ്, 1നേക്കാളും. റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഇത് കൺസെപ്റ്റ് കാണുകയാണ്. ഇഫ് കെ ഈസ് ലാർജർ ദാൻ 1, ദ റിയാക്ഷൻ ഈസ് പ്രൊഡക്റ്റ് ഫേവേർഡ്. പ്രിഡോമിനൻസ് അറ്റ് ഇക്വിലിബ്രിയം. ഇഫ് കെ വാല്യൂ േക്കാളും 1ന്റെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ദ റിയാക്ഷൻ ഈസ് റിയാക്റ്റന്റ് ഫേവേർഡ്. Reactant predominates at equilibrium. Reactants predominate at equilibrium. Okay. നമുക്ക് എന്തായി കാരണം പറയാൻ, കെയുടെ വാല്യൂ 1നെ കൂടുതൽ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് സൈഡ്. അതുകൊണ്ടാണ് അവിടെ. ഇതുപോലെ കെയുടെ വാല്യൂ അല്ലെങ്കിൽ ഇത് അറിയാമെങ്കിൽ നമുക്കിവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Predicting the extent of reaction. The magnitude of equilibrium constant K is directly proportional to the concentration of the product and inversely proportional to the concentration of the reactant. Okay, K that is equal product side divided by reactant side. If K is very large, then the reaction proceeds nearly to completion. K യുടെ വാല്യൂ വെരി ലാർജ് ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ. നമുക്കിവിടെ കാണാം കെയുടെ വാല്യൂ ഇവിടെ കൂടുതലാണ്, ഏറ്റവും കൂടുതൽ 10 ക്യൂബിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ്സ് ടു കംപ്ലീഷൻ. ഓക്കെ, കെയുടെ വാല്യൂ 10 ക്യൂബിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ പ്രൊഡക്റ്റ് ആണ് അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്ന, റിയാക്ഷൻ പ്രൊസീഡ്സ് ടു കംപ്ലീഷൻ. ഇഫ് കെ ഇസ് വെരി സ്മോൾ, ഇവിടെ കെയുടെ 10⁻³ അങ്ങനെയുള്ള സിറ്റുവേഷൻ, ഇഫ് കെ ഇസ് വെരി സ്മോൾ then the reaction proceeds rarely. നമ്മളിവിടെ കാണുകയാണ് കെയുടെ വാല്യൂ ഇവിടുന്ന് വരുന്നതനുസരിച്ച് കൂടി വരുന്നു. ഇവിടെ റിയാക്ഷൻ പ്രൊസീഡ്സ് ടു കംപ്ലീഷൻ, ഇവിടെ റിയാക്ഷൻ പ്രൊസീഡ്സ് ഹാർഡ്ലി അറ്റ് ഓൾ. 10⁻³ കുറവാണെങ്കിൽ അവിടെയാണ് റിയാക്ഷൻ. കെ ഇസ് വെരി സ്മോൾ then the reaction proceeds rarely. 10 ക്യൂബിനേക്കാളും കൂടുതലാണെങ്കിൽ ഇഫ് കെ ഇസ് വെരി ലാർജ് then the reaction proceeds nearly to completion. അതായത് പ്രൊഡക്റ്റ് അവിടെ കൂടുതൽ. എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് പറയാൻ സാധിക്കും കെയുടെ വാല്യൂ വെച്ച്. അതുപോലെ പ്രിഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ നമ്മളൊന്ന് കണ്ടായിരുന്നു. The equilibrium constant helps in predicting the direction in which given reaction
will proceed at any stage. For this purpose, we calculate the reaction quotient Q. Equilibrium constant reaction quotient Q നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ റിയാക്ഷന്റെ ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. റിയാക്ഷൻ നമുക്ക് നോക്കാം. QC greater than KC. റിയാക്ഷൻ കോഷ്യന്റ് അളവ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കൂടുതലാണ്. അതേതാണ് സിറ്റുവേഷൻ? ഇതാണ് സിറ്റുവേഷൻ. QCയുടെ അളവ് കൂടുതൽ, KCയുടെ അളവ് കുറവ്. Then the reaction will proceed in the direction of reactants. പ്രൊഡക്റ്റ് ഇവിടെ കൂടുതലാണ്. പ്രൊഡക്റ്റ് കൂടുമ്പോൾ നമുക്ക് ലേഷാലി പ്രിൻസിപ്പിൾ അനുസരിച്ച് കുറയ്ക്കാൻ വേണ്ടി റിവേഴ്സ് റിയാക്ഷൻ അത് റിയാക്ടന്റ് സൈഡിലേക്ക് പോകും. രണ്ടാമത്തെ കണ്ടീഷനാണ് ഇഫ് ക്യൂസിയും കേസിയും കൂടെ അല്ലെങ്കിൽ അതായത് റിയാക്ഷൻ കോൺസ്റ്റന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും കൂടെ എടുക്കുകയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കൂടുതൽ. അങ്ങനെയുള്ള കണ്ടീഷനാണ് ഇത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടുതൽ. ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്റ്റ്, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. KC കൂടുതലാണ്. KC കൂടുതലാകുമ്പോൾ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്റ്റ്. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറുന്നു. റിയാക്ടൻസ് എന്തായി മാറുന്നു? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ. അടുത്ത സിറ്റുവേഷൻ എന്തായിരിക്കും? QCയും KCയും കൂടെ തുല്യമായിട്ട് അളവിൽ വരുവാണെങ്കിൽ, റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തുല്യ അളവിൽ വരുവാണെങ്കിൽ റിയാക്ടൻസ് ആർ പ്രൊഡക്റ്റ് ആർ അറ്റ് ഇക്വിലിബ്രിയം. നമ്മളിപ്പം ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ ആണ് പഠിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് റിയാക്ഷനകത്ത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? റിയാക്ഷൻ കോൺസ്റ്റന്റ് Q അറിയണം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K അറിയണം. Kയുടെയും Qവിന്റെയും വാല്യൂ ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. Qവിന്റെ വാല്യൂ കുറവ് വരുവാണെങ്കിൽ അവിടെ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നു. അതുപോലെ Qവിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ റിയാക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇത് കാണാതെ പഠിക്കണം, ഓർത്തിരിക്കുക, എഴുതി പഠിക്കുക കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ പഠിച്ചത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റം അല്ലെ? ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റം അവിടെ AA + BB gives CC + GD ആണ്. അതായത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിലാണ് ആ സിസ്റ്റം സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്നത്. നമുക്കിവിടെ പലതരത്തിലുള്ള KP, KC, KPയും KCയും തമ്മിൽ എങ്ങനെയായിരുന്നു? KP that is equal to KC into RT raised to delta n. ഇനി എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഈ റിയാക്ഷനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് സൈഡ് ആണ് നമ്മൾ കണ്ടു. കോൺസെൻട്രേഷൻ ഇൻ മൊളാരിറ്റി, അതായത് മോൾ പെർ ലിറ്ററിനകത്താണ് കോൺസെൻട്രേഷൻ. നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ള കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ഇനി അടുത്താണ് നമ്മൾ പഠിച്ചത് റിയാക്ഷൻ കോഷ്യന്റ്. റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തുല്യമാകുമ്പോൾ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകുന്നു. എന്താണ് റിയാക്ഷൻ കോഷ്യന്റ്? റിയാക്ഷൻ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടിംഗ് സൈഡ്സ് ആണ് അറ്റ് എനി ടൈം T. കോൺസെൻട്രേഷൻ അറ്റ് ടൈം T. K എന്ന് പറഞ്ഞാൽ അറ്റ് ഇക്വിലിബ്രിയം ആണ് ഓർത്തിരിക്കുക. Q എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് സൈഡ് അറ്റ് ടൈം T. ഓക്കെ. ഇവിടെ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. ഇതൊക്കെ ഓർത്തിരിക്കുക. യൂണിറ്റ്ലെസ് കോൺസ്റ്റന്റ് ആണ് K. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് യൂണിറ്റ്ലെസ് ആണ്. അതുപോലെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് പഠിച്ചത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. മോളാർ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് രണ്ട് ടേംസിൽ എഴുതാം. ഇൻ ടേംസ് ഓഫ് C ആൻഡ് ഇൻ ടേംസ് ഓഫ് P, പ്രഷർ. കോൺസെൻട്രേഷനും പ്രഷറിന്റെയും ടേംസിൽ എഴുതാം. അവർ നമ്മുടെ റിലേഷൻ നമ്മൾ പഠിച്ചു. Kp ദാറ്റ് ഈസ് ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ n. ഓക്കെ. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റിയുള്ള 2-3 കാര്യങ്ങൾ ഏതാണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്, യൂണിറ്റ്ലെസ് റിയാക്ടന്റ് ആണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കി 2 തരത്തിലുള്ള ഇക്വിലിബ്രിയം ഉണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈനാമിക് ആണ്. ഡൈനാമിക്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അത് നിന്ന് പോവുകയല്ല, പിന്നെന്താണ്? അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ പോലെ തന്നെ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഹെട്രോജീനിയസും ഹോമോജീനിയസും. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പരിചയപ്പെട്ടു. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഓക്കെ. അതുപോലെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ
ഇക്വിലിബ്രിയത്തിന്റെ കോൺസെൻട്രേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഇതാണ് കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതുപോലെ നമുക്ക് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മനസ്സിലാക്കണം. ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓൺ ഗോയിങ് ടു ഇക്വിലിബ്രിയം എന്താണെന്ന് അറിയണം. അതുപോലെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അണ്ടർ ദ ഇക്വേഷൻ മേക്ക് ദ ICE ടേബിൾ. ICE ടേബിൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, അതുപോലെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അതാണ് അണ്ടർ ദ ഇക്വേഷൻ മേക്ക് ദ ICE ടേബിൾ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഇൻ ടു ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആൻഡ് സോൾവ് ഫോർ എക്സ്. നമുക്ക് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാൻ മേലാത്ത എന്തിനെ നമ്മൾ എക്സ് എന്ന് പറയും. അന്നേരം അത് അങ്ങനെ കൊടുത്തിട്ട് ടു സോൾവ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മനസ്സിലാക്കിയാൽ മതി. മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ ദാറ്റ് മേക്സ് കെമിക്കൽ സെൻസ്. കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഫ്രോം ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് എക്സ്. അതുപോലെ ചെക്ക് ദ റിസൾട്ട് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദം ഇൻ ടു ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ. നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആൻഡ് റിയാക്ഷൻ കോഷ്യന്റ് Q ആൻഡ് ഗിബ്സ് എനർജി. ഇതൊരു പുതിയ ഇതുവരെ നമ്മൾ കെയും ക്യൂവും നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. വെൻ K equal to Q then the system is called equilibrium അല്ലേ? ഇനി അടുത്തൊരെണ്ണം പുതിയൊരു അതിഥി വരുന്നു, അതാണ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗിബ്സ് എനർജി? ചേഞ്ച് ഇൻ ഫ്രീ എനർജി. ഇഫ് ഡെൽറ്റ G is negative the reaction is spontaneous and proceeds in the forward reaction. ഡെൽറ്റ ജിയുടെ വാല്യൂ ഗിബ്സ് ഫ്രീ എനർജി വെച്ചാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ കണ്ടീഷൻ. അതായത് ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അത് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് പറയും. ഇഫ് ഡെൽറ്റ ജി ഇസ് പോസിറ്റീവ് then the reaction is non spontaneous. Instead of the reverse reaction would have a negative delta G. The product of forward reaction shall be converted to reactants. അതുപോലെ തന്നെ എന്നിട്ട് നമ്മളിപ്പം മനസ്സിലാക്കുകയാണ് ഡെൽറ്റ ജിയുടെ കൺസെപ്റ്റ് വെച്ച് സ്പോണ്ടേനിയസ് റിയാക്ഷനകത്ത് ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകണം. ഫ്രീ എനർജി ചേഞ്ച്, ഗിബ്സ് എനർജി ഫ്രീ എനർജി ചേഞ്ച്. ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ 0 ആണെങ്കിൽ ആ സിസ്റ്റം ഏതിലായിരിക്കും? സന്തുലനാവസ്ഥയിലായിരിക്കും, അറ്റ് ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി ഈക്വൽ 0, റിയാക്ഷൻ ഹാസ് അച്ചീവ്ഡ് ഇക്വിലിബ്രിയം and at this point there is no longer any free energy left to drive the reaction. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും a mathematical expression of this thermodynamic view delta G that is equal to delta G raised to 0 plus RT ln Q. ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ആണ്, Q റിയാക്ഷൻ കോഷ്യന്റ് ആണ്. at equilibrium delta G that is equal to 0 and Q that is equal to Kc. ഇക്വിലിബ്രിയം സന്തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ റിയാക്ഷൻ കോഷ്യന്റ് that is equal to ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമുക്കത് അത് വെച്ച് എഴുതാം. ഡെൽറ്റ G0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയാണ്. then the equilibrium becomes delta G that is equal to delta G0 plus RT നാച്ചുറൽ ലോഗരിതം K. കാരണം Q എന്ന് പറയുന്ന ഇക്വിലിബ്രിയം സ്റ്റേറ്റിനകത്ത് K ആവുന്നു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആവുന്നു. അതുകൊണ്ടാണ് Qന് വരെ ഇവിടെ K കൊടുത്തത്. that is equal to 0. നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ G0 that is equal to minus RT ln K minus RT ln K. ഓക്കെ, എന്താ ഡെൽറ്റ G0 ആകുന്നു. therefore ln K that is equal to ln എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം into ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to delta G0 by RT. delta G0 by RT. നമുക്ക് രണ്ട് സൈഡിലും ആന്റി ലോഗരിതം എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. നാച്ചുറൽ ലോഗരിതം K നമുക്ക് എഴുതാൻ പറ്റും. K that ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to delta E raised to minus delta G0 by RT. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും നമ്മുടെ ഫ്രീ എനർജി ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ ആണ് K that is equal to delta E raised to minus delta G0 divided by RT. ഓർത്തിരിക്കുക, നമ്മുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡെൽറ്റ G that is equal to delta G0 plus RT ln Q. അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K that is equal to E raised to minus delta G0 by RT. ഓർത്തിരിക്കുക. ഗിബ്സ് എനർജിയുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിയാക്ഷൻ കോഷ്യന്റിന്റെ. ഇഫ് ഡെൽറ്റ G0യുടെ വാല്യൂ 0യേക്കാളും കുറവാണെങ്കിൽ ഡെൽറ്റ G0 by RT will be പോസിറ്റീവ്. അതായത് E raised to minus delta G by RT 1നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അത് മേക്കിംഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1നേക്കാളും കൂടുതലാക്കുന്നു. which implies a spontaneous reaction. സ്പോണ്ടേനിയസ് റിയാക്ഷന്റെ ഒരു കണ്ടീഷൻ പറയുകയാണ്. which proceeds in the forward reaction. അതുപോലെ ഡെൽറ്റ G0 ഇവിടെ ഡെൽറ്റ G വെച്ച് നമ്മൾ പറയുകയാണ്, കമ്പയർ ചെയ്യാണ്. ഗിബ്സ് എനർജി
സീറോയേക്കാളും കൂടുതലാണ്. ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഡെൽറ്റ ജി സീറോയേക്കാളും കുറവാണ്. ഇവിടെ ഡെൽറ്റ ജി സീറോയേക്കാളും കൂടുതലാണെങ്കിൽ ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി എന്ന് പറയുന്നത് 1-നേക്കാളും കുറവായിരിക്കും. രണ്ട് കണ്ടീഷനും നിങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. വിച്ച് ഇംപ്ലൈസ് കെ എന്ന് പറയുന്നത് 1-നേക്കാളും കുറവായിരിക്കും. വിച്ച് മീൻസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് റിയാക്ഷൻ ടു സച്ച് എ സ്മോൾ ഡിഗ്രി. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. രണ്ട് കണ്ടീഷൻ പറയുകയാണ്. രണ്ട് കണ്ടീഷനകത്തും കെയുടെ വാല്യൂ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെയുടെ വാല്യൂ കൂടുതൽ, അതുപോലെ കെയുടെ വാല്യൂ കുറവ്. അതെങ്ങനെയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്? ഡെൽറ്റ ജിയും സീറോയും തമ്മിൽ കമ്പയർ ചെയ്താണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. ഇവിടെ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഇവിടെ സീറോയാണ്. എന്ത് വരുന്നത്? സീറോയാണ് കുറവ് വരുന്നത്. ഡെൽറ്റ ജി കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റിയൊക്കെ പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.